നമുക്കിപ്പോൾ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് നോർമൽ ഡെലിവറിയുടെ ചാൻസ് കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. റെഗുലർ എക്സസൈസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ്, നമ്മുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ലേബർ പെയിൻ സഹിക്കാനും ആ സമയത്ത് പുഷിങ്ങിനും ഇതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് റെഗുലർ എക്സസൈസ്. പിന്നെ അതേപോലെ നല്ല പോലെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, നടക്കുക, ഇതാക്കുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ഫുഡ്, ഡേറ്റ്സ്, പൈനാപ്പിൾ പോലത്തെ ഫ്രൂട്ട്സുകൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കുമ്പം നമ്മൾക്ക് സർവൈക്കൽ ഡൈലറ്റേഷൻ, അത് ഗർഭപാത്രത്തിൻ്റെ വായ തുറക്കാനുള്ള അതൊക്കെ സഹായിക്കുന്ന ഓരോ ഫ്രൂട്ട്സാണ്. ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പർ പൊസിഷനിലും നന്നായിട്ടുള്ള സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടണം. പിന്നെ അതേപോലെ സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കണം. ഫാമിലിയിൽ നിന്നുള്ള നല്ല സപ്പോർട്ടുകൾ, പിന്നെ നമ്മളെ കുട്ടീനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ചിന്തകൾ നമ്മളെടുക്കാം. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടി നമുക്ക് നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. മാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമുക്ക് സി സെക്ഷൻ ആണോ അത് നോർമൽ ഡെലിവറി ആണോ ഏറ്റവും നല്ലത്? തീർച്ചയായും നോർമൽ ഡെലിവറി തന്നെയാണ് ഏറ്റവും ബെറ്റർ. അത് നാച്ചുറൽ മെത്തേഡ് ഓഫ് ഡെലിവറി ആണ്. ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സി സെക്ഷന് നോക്കുന്നുള്ളൂ. കാരണം സി സെക്ഷൻ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസൊക്കെ കൂടുതലാണ് ഉണ്ടാകുന്നത്. നോർമൽ ഡെലിവറി അറിഞ്ഞാൽ ബെറ്റർ ഫാസ്റ്റ് ഹീലിംഗ് ആണ്. നമുക്ക് സി സെക്ഷൻ ആകുമ്പം വൂണ്ട് ഇൻഫെക്ഷനൊക്കെ ചാൻസ് കൂടുതലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾവേസ് ബെറ്റർ നോർമൽ ഡെലിവറി തന്നെയാണ് ഉള്ളത്.